ഈശ്വര, പോലീസ് ആണെന്നാണ് തോന്നുന്നത്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പോലീസ് CBI ഇങ്ങോട്ട് വരാൻ നീ ഇവനെ ചാക്കിൽ കയറിയിട്ട് ആരെങ്കിലും കണ്ട? അങ്ങനെ ചോദിച്ചാ രാവിലെ ആയതുകൊണ്ടും വെള്ളമില്ലാത്തോണ്ട് എല്ലാരും ആറ്റിൽ വന്നതുകൊണ്ടും കാണാൻ ചാൻസ് ഇല്ല. എന്റെ ദൈവമേ, കൈ തൊഴാ കേക്കുമാറാകണം. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്കെന്തിനും ഒരു കൂസലില്ലാത്തത്? ഇപ്പൊ നമ്മളെല്ലാരും ക്രൈം പാർട്ട്നേഴ്സ് അല്ലേ ചേച്ചി, അതുകൊണ്ട് എന്തിനും കൂസലി? അച്ഛാ, ഇത് കൈവിട്ട കളിയാണ്. അതുകൊണ്ട് നമ്മൾ കൈവിട്ട് ബാക്കിൽ കൂടെ രക്ഷപ്പെടാൻ നമ്മൾ തീരുമാനിച്ചു. വാടാ, ഇവിടെ നിന്ന് ആരും രക്ഷപ്പെടാൻ പോണില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇവിടെ 2-3 ചാക്ക് കാണൂലേ ചേച്ചി? ഉണ്ട്. ഒരാളെ തീർത്താലും 3 പേരെ തീർത്താലും ശിക്ഷ ഒന്ന് തന്നെ. പിന്നെ നമ്മൾ എന്തിനു പോണതല്ലേടെ, ഇവിടെ തന്നെ നിൽക്കല്ലേ. ആരെങ്കിലും പോയേ ആ കഥകൊന്ന് തുറക്ക്, ഞാൻ അവനൊന്ന് ഒളിപ്പിക്കാം. സെൽഫ് പ്രൊട്ടക്ഷൻ. നീയാ? ഞാൻ തന്നെ ശീതളൻ, ബ്രോക്കർ. ചേച്ചി വിചാരിച്ചു പോലീസ് ആയിരിക്കും. പോലീസാ? പോലീസല്ല, പൗലോസിന്റെ മോള്, കുര്യാക്കോസിന്റെ മോളെ കയ്യില് മെഹന്തിയുടെ വരുമെന്ന് പറഞ്ഞായിരുന്നേ. ഒരു മരണമുണ്ട്. അല്ല, മരണം വീണ്ടും തൊട്ടപ്പുറത്തൊരു കല്യാണം ഉണ്ട്, ഏതോ മരണത്തിന്റെ. അതാരെ കല്യാണം? ഈ ബ്രോക്കർ ശീതള ആരെ കല്യാണം? ഇവിടെ മെലുവിലാസം പറ നോക്കട്ടെ. വിലാസം എഴുതിയെടുത്തോ? ചാക്കി കെട്ട് പിയോ തലക്കടി വിലാസം. ചാക്കിൽ കയറ്റി വിലാസം? അതെന്തിനും വിലാസം? നീ വന്ന കാര്യം പറ. ചേച്ചി, നമ്മുടെ മഹേഷിനെ ഒരു കല്യാണ ആലോചനയായിട്ട് വന്നതാണ്. പറ്റിയ സമയം. ഇപ്പൊ ഒരു കൊലക്കേസ് വന്ന് കിടപ്പുണ്ട്, അതിന്റെ മണ്ണേ കൂടെ ഒരു പെണ്ണ് കേസും കൂടെ. എന്റെ കൊലക്കേസാ? പെണ്ണെവിടെ ഉള്ള? പെണ്ണിന്റെ വീട് തേമ്പാമൂട്. മൂട് തേമ്പോ? ഏയ്, നമുക്കറിയാനുള്ള പാർട്ടീസാണ്, നല്ല തേമ്പിയ തറവാടികളാ. ഇതുപോലെ തറവാടി എന്നുള്ള പേരിൽ കുറെ പേര് ഇങ്ങോട്ട് വന്ന ഒരു ഗുണോ ഇല്ല. അപ്പൊ ഞാൻ ഇതങ്ങ് ഉറപ്പിക്കട്ടെ. അപ്പൊ കല്യാണം ചെറുക്കൻ പരോളിൽ ഇറങ്ങി 2-ാം ദിവസം. എന്ത് പറഞ്ഞു ചേച്ചി? പരോള്? പരോളല്ല, കരോള്. ചെറുക്കൻ ഈ ഡിസംബർ ആകുമ്പം കരോളിനൊക്കെ പോവേ. അപ്പൊ കരോള് കഴിഞ്ഞ് വന്ന ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് കല്യാണം എന്നാണ് ഇവൾ ഉദ്ദേശിച്ചല്ലേടി? സ്ത്രീധനായിട്ട് ഹൈക്കോടതിയിൽ ഏത് കൊലക്കുറ്റവും വാദിച്ച് ജയിക്കാൻ പറ്റുന്ന ഒരു വക്കീലിനെയാണ് നമുക്ക് വേണ്ടത്. കല്യാണത്തിന് 3-4 മാസം മുമ്പ് സെറ്റ് ചെയ്ത താലിയിട്ടും ചെറുക്ക ഇവിടെ കാണും. ഇത് വല്ലാത്തൊരു ഡിമാൻഡ് ആയിപ്പോയല്ലേ. ഞാൻ എന്തായാലേ പെണ്ണ് വീട്ടുകാരോട് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാ. എന്താച്ചി, മുഖത്ത് മൊത്തം ഒരു പരിഭ്രാന്തി വെപ്രാളമൊക്കെ? ചൂടിന്റെ ആയിരിക്കില്ലേ? മറ്റേ ചേച്ചിക്ക് കുഴപ്പമില്ലല്ലേ? എന്റെ ചൂടൊക്കെ ഞാൻ എപ്പോഴേ ചേച്ചിക്ക് വിറ്റി. അപ്പൊ പിന്നെ പറഞ്ഞോല്ല. ശരി, എന്നാ കാണാം. പിന്നെ ഒരു ചാക്ക് തരാൻ കാണും. ഞാൻ സാധനം ഇട്ടുകൊണ്ട് വന്ന കവറെ കയറിപ്പോയി, അപ്പൊ അതിട്ടുകൊണ്ട് പോകാനായിട്ടെ വീട്ടിലോട്ടെ. ഇവിടെ ആകെ ഉണ്ടാകുന്ന ചാക്കിലാണ് അവനെ കയറ്റി കെട്ടി വെച്ചേക്കണേ. അവനാ യാത്തക്കോലെ പഴുക്കാൻ വേണ്ടി കെട്ടി ചാക്കിൽ വെച്ച് വെച്ചിരിക്കണം. യാത്തനല്ലല്ലോ, തുറമാട്ടല്ലേ മട്ടത്താടി. പഴത്തിനൊക്കെ നിങ്ങൾ അവനെന്നാ വിളിക്കണേ? ഇവിടെ അങ്ങനെയാണ്. ആൺകൊലയെ അവനെന്ന്, പെൺകൊലയെ അവളെന്നും വിളിക്കും. അതെങ്ങനെ അറിയാൻ പറ്റും ചേച്ചി? കൊലയ്ക്കാൻ നേരത്തെ പൊക്കി നോക്കിയാ മതി. ഓരോ സംശയങ്ങൾ. എന്റെ കല്യാണം മുടങ്ങി. അച്ഛാ, ഇതിനെങ്ങനെയൊന്ന് ഒഴിവാക്കി തരി. ഒഴിവാക്കാടാ. ചേച്ചി രഘുചേട്ടനും ജിത്തും കൂടെ കൊന്നത്. നീ മാപ്പ് സാക്ഷി. എന്തിനു പറഞ്ഞുള്ള കോമഡി. നീ ഒരൊറ്റ നമ്മളെ ഇവിടെ ഇതിൽ പെടുത്തിയത്. ചേച്ചി, നമ്മൾ എന്ത് തെറ്റാണ് ചന്ദ്രി നിന്റെ അടുത്ത് ചെയ്തത്? ചേട്ടാ, വലിയ നിലയിൽ പോവാനുള്ള നമ്മളെ കരിയറാണ് മാമി ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിക്കണം. ഈ കരിയർ എന്ന് പറയുമ്പോൾ സൈക്കിളിന്റെ ബാക്കിൽ ഇരിക്കുന്ന മറ്റേ സാധനമില്ലേ? അത് കാരിയർ, ഇത് കരിയർ. മക്കളെ, നിന്നെ കൊണ്ട് ഇങ്ങനെ നമുക്ക് ദ്രോഹം വന്നിട്ടുള്ളൂ. ദ്രോഹം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, ഉപദ്രവം ഉണ്ട്. കൊള്ളാം, എനിക്ക് വയറ് നിറഞ്ഞു. ഇതിന്റെ ഇടയിൽ ഇവിടുന്ന് ചപ്പാത്തിയും കയറ്റിയ ചന്ദ്ര ആർക്കും ഒരു ഭാരമാവണില്ല. എന്ത്, ഇവള് ഡയറ്റ് എടുക്കാൻ പോണ? ഞാനല്ല അവനെ കൊന്നത്. ഞാൻ പരിഹാരം കണ്ടെത്തിക്കോളാം. ഞാൻ എല്ലാവർക്കും ഉപദ്രവമായല്ലേ. ഈ വീട്ടിൽ 10-20 ആൾക്കാരെ കൊല്ലാൻ വേണ്ടി വളഞ്ഞപ്പോ മെഷീൻ ഗണ്ണ് പിടിക്കാൻ ഈ ചന്ദ്ര ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി. കള്ളി മെഷീൻ ഗണ്ണ് കൊടുക്കാത്ത വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മണ്ടയിലെ കെട്ടിവെച്ചിട്ടും അവിടെ 2 ഉണ്ടയാണ് പിടിച്ചത്. തുർമന്ത്രവാദം നടത്തിയ കാട്ട
കെട്ടുകണ സമീറെ പുകയുമില്ല പറിച്ചപ്പോ കൂടെ വന്ന പൂക്കട പൂച്ചാനി ചെമ്പകത്തിലേക്ക് ഒഴിപ്പിക്കേ രഘുചേട്ടാ ഈ ചന്ദ്രിയ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിൽ പറഞ്ഞ 100 വള്ളികളിൽ 90 ഇവളാണ് കൊണ്ടുവരണം. എന്നിട്ടാണ് ഇവളെ ഇങ്ങനെ കിടന്ന് ചിലക്കണം. മക്കളേടാ, നിന്റെ അമ്മയും അച്ഛൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോ 3 നേരം ആഹാരം കൊണ്ടുവന്ന ചന്ദ്രിമാമി നിങ്ങൾക്ക് ഉപദ്രവമായല്ലേ? കൊണ്ട് തരണത് ഒരു തന്നെ, കഴിക്കണത് ഒരു തന്നെ, പിന്നെന്തേലും. ഇനി ഒരു ദിവസം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. ചന്ദ്രി, നീ ഇങ്ങനെ പിടിച്ചോണ്ട് പോവരുത്. രഘുചേട്ടാ, ഇങ്ങനെ പിടിച്ചോണ്ട് പോയാലേ നിന്റെ കൈ വേദനിക്കും. വാദമുള്ളതല്ലേ, അതുകൊണ്ട് പുറത്ത് അർബാനുണ്ട്, അതിൽ വെച്ച് ഒട്ടിക്കൊണ്ട് പോ. തേരി കയറ്റ ഇതാണ് എളുപ്പം. അതെ, നമുക്ക് ഈ രാത്രി എന്തൊരു ചെയ്യാൻ പറ്റും? രാത്രി നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാരും നല്ലതുപോലെ കിടന്നുറങ്ങുക. രാവിലെ എണീറ്റ് എന്തെങ്കിലും ചെയ്യാം. അതെ തന്നെ ചേച്ചി, എനിക്ക് നല്ല ഉറക്കം വരുന്നു. വാ കിടന്നുറങ്ങാം. എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കണം സന്ദ്രി ഇത്? എല്ലാരും രാവിലെ 5 മണിക്ക് തന്നെ എണീക്കണം. 5 മണിയായാടാ. 5 മണിയാവാ ഇനിയും ഉണ്ട് 1/2 മണിക്കൂർ. ഞാൻ കൃത്യം 5 മണിയാകുമ്പോ തന്നെ എണീക്കും. ഞാൻ 4:59 എണീക്കും. സമയവും പോണ്. എന്ത് ചെയ്യുവതിനാ? ജലജെ, ചേച്ചി ഫ്രിഡ്ജിൽ ചിക്കൻ എടുത്തോണ്ട് വരട്ടാ. ഇനി എടുത്തോണ്ട് വരാതാ, എടുത്തോണ്ട് വാ. എന്താ ഇവിടെ? ഇന്ന് ഞായറാഴ്ച അല്ലേ, കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതെടുത്ത് ചിക്കൻ മപ്പാസ് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. ചിക്കൻ മപ്പാസ് ഇഷ്ടമല്ലേ? മനുഷ്യ ഇവിടെ തീ നിൽക്കുമ്പോഴാണ് അവളെയൊക്കെ ചിക്കൻ മപ്പാസ്. അത് വേണ്ടേ? എന്നാ പിന്നെ ചിക്കൻ കൊണ്ടായിട്ട് ഉണ്ടാക്കാം. ഇത് വേണം സന്ദ്രി. എടി, ഇതിനെവിടെയെങ്കിലും കൊണ്ട് കളയണ്ടേ? എനിക്കിപ്പോ അത് കൊണ്ടുകളയാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി. എനിക്കും അതിവിടെ ഇരിക്കട്ടെ. ഇന്നൊരു കൊലപാതകം നടന്ന വീടാന്ന് ഇവിടെ പറയൂ. ഞായറാഴ്ചയാണ്, ഇപ്പൊ എന്ത് ചെയ്യും? ഒരു പടത്തിന് പോയാല? പടത്തിന് തന്നെ പോവാത്തിരി. ഈ ചാക്കിരിക്കണവനെ കാണാനില്ലാന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് വന്ന് കണ്ടായിരുന്ന? ആ പോസ്റ്റ് നമ്മൾ കണ്ടേ. നമ്മള് 2 പേര് കമ്പനി ഇട്ടിട്ടുണ്ടായിരുന്നു ആഴ്ച കേരള പോലീസ്. എന്തിനു നീ അതൊക്കെ ചെയ്യാൻ പോയാ? ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി. എവളെ ഐഡിയ കൊല്ലാൻ മാത്രല്ല. ഒരു കാര്യം പറയാം, അവനെ തപ്പി പോലീസ് മൊത്തത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ സാധനം ഇവിടെ ഇരുന്നാ നാളെ ഇന്ന് എല്ലാവർക്കും 1 2 3 അഴിയെണ്ണ. അച്ഛൻ ചാക്കൊണ്ട് കളഞ്ഞ ഓടാ, അത് ഞാൻ രാവിലെ വെളുപ്പിന് തന്നെ ഗംഗയിൽ കൊണ്ട് ഒഴുക്കി വിട്ട്. ഓ, നല്ല കാര്യം. നമ്മളെ ജോലി കുറച്ച് കുറഞ്ഞു കിട്ടി. അമ്മ കഴിക്കാൻ തരണ്ടേ? എടാ പൂച്ചാണ്ടി മോനെ, ഒക്കെ കൂടെ കളിക്കാടാ. ഇരിക്കണ സാമാനം തന്നെ കണ്ടുകൂടെ? ഒരുത്തിന് സീരിയസ്നെസ് ഇല്ലല്ലേ? സീരിയസ്നെസ് വരുത്തരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. അയ്യോ, വിളിക്കല്ലേ. ഇനിയും കൂടെ അടിച്ചു കൊല്ലട്ടോ. വേണ്ട. അതെ, പോലീസ് സ്റ്റേഷനാണ്. ഹലോ സാറേ, ഇന്ന് പോലീസ് സ്റ്റേഷൻ അവധിയാണ്. ഞായറാഴ്ച ചോദിച്ചതാണ്. സാറേ, അത് വിളിച്ച എടുക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്, നോക്കിയതാണ്. വിളിച്ച എടുക്കാതിരിക്കാൻ ഞാൻ നിനക്ക് റീൽ എടുക്കാൻ അറിഞ്ഞൂടെന്ന് പറഞ്ഞ് പിണങ്ങി പോയ പൂക്കിക്കാമുക്കിയ. സോറി മോളു, സോറി സാർ. പോലീസ് സ്റ്റേഷൻ ഇപ്പൊ തൂങ്ങിയേനെ. പിടിയടാ. എന്റെ അമ്മ ഒടുക്കത്തെ വെയിറ്റ്. ഇത് ഒരാളല്ല 2 പേരുണ്ടെന്ന് തോന്നണം. ചന്ദ്രയാമീർത്തി ചോദിക്കാം. പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ല? ഓർമ്മ ഉണ്ട് അച്ഛാ. ആളില്ലാത്ത സ്ഥലത്ത് ചാക്കും കൊണ്ട് പോയിട്ട് കാറ് കൊണ്ട് കളഞ്ഞിട്ട് ചാക്കും കൊണ്ട് തിരിച്ചു വരണം. അല്ല, ആളില്ലാത്ത സ്ഥലം നോക്കി കാറിൽ ചാക്ക് കൊണ്ടുപോയിട്ട് അവിടെ ചാക്ക് കൊണ്ട് കളഞ്ഞിട്ട് തിരിച്ച് കാറ് തിരിച്ചു കൊണ്ടുവരണമെന്ന്. പിന്നെ വഴിയിൽ ആരെങ്കിലും വെച്ച് ലിഫ്റ്റ് ചോദിച്ചാ ഇതിൽ കയറ്റണോ? കയറ്റാം, ബാക്ക് ഫ്രീ അല്ലേ? ഓ, എല്ലാരെയും വിളിച്ച് കയറ്റ്. എന്നിട്ട് ലിഫ്റ്റ് അടിച്ചവന്മാരെല്ലാരും കൂടെ ചാക്കിൽ കയറ്റി അവന്മാരും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ട് കള. ഓ പൊന്നകളെ, ആരെയും കയറ്റരുത് കാറില്. ബന്ധുക്കളാണെങ്കിൽ ഒട്ടും കയറ്റരുത്. നാട്ടുകാരാണെങ്കിൽ പോലും നമുക്ക് കയറ്റണോ വേണ്ടയോ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാം. ബന്ധുക്കൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അച്ഛാ, പോലീസ്. പോലീസാ, ഇറങ്ങി ഓടറാ. ഇവിടെ സേഫ് അല്ല, അടുത്ത വണ്ടിക്ക് എന്നെ നാട് വിടണം. അച്ഛാ, നമ്മളെ കൂടെ കൊണ്ടുവച്ചാ. പോടാ അവിടെ നിന്ന്. പോലീസ് പോയാടാ പോലീസ്? അത് അച്ഛനല്ലേ അറിയാവൂ. എനിക്കാ? നീക്കല്ലേടാ പോലീസ് എന്ന് പറഞ്ഞ? പോലീസ് കൈ കാണിച്ച നിർത്തണോ വേണ്ടേന്ന് ചോദിക്കാനാണ് വന്നത്. അതിനു മുമ്പ് അച്ഛൻ ഇറങ്ങി ഓടിയില്ലേ? വെറുതെ ഓട്ടവും വേസ്റ്റായി.
എടാ ഞാൻ അകത്ത് വെച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞെന്നില്ലേ, അതേപോലെ അതങ്ങ് ചെയ്താ മതി. അല്ല ഓടിയപ്പോ ഇവിടെ നിന്ന് ബാഗൊക്കെ വന്ന്. ബാഗ് എൻ്റെ കയ്യിൽ എങ്ങനെ? മുങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ? പ്ലാൻ മുങ്ങിയാൽ പ്ലാൻ ബി മുങ്ങുന്നതാണല്ലോ. തേക്കല്ലേ അച്ഛാ? ഓ ഉറപ്പില്ലടാ, എന്തായാലും എപ്പോഴും കയ്യിൽ ബാഗ് കരുതിയിരിക്കാം. നീ എന്താടി ഫോൺ ഇത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കണ? നിങ്ങളെ മക്കളെ ഏത് വഴിയാണ് പോണേന്ന് നോയിക്കൊണ്ടിരിക്കണം. അവര് പോണ വഴി നിനക്കെങ്ങനെ അറിയാൻ പറ്റും? ഞാൻ വണ്ടിയിലെ GPS ഫിറ്റ് ചെയ്ത് വെച്ചി. ഇനി അവന്മാർ അഥവാ മുങ്ങിയാലേ എനിക്കറിയാൻ പറ്റും. അഥവാ അവന്മാരെങ്ങാനും ഇനി അങ്ങ് മുങ്ങിയാലാ ഈ ലിങ്കേ ഞാൻ പോലീസിനെ അയച്ചു കൊടുക്കും. ചന്ദ്രി അവരുടെ മക്കളാണ്, അതിന്റെ കാര്യമില്ല. എന്റെ മക്കളാണെങ്കിലേ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. ഇതെന്തിരി എന്നും അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ ടീഷർട്ട് എങ്ങനെ ഉണ്ട്? കൊള്ളാടി. ഇതുപോലത്തെ ഒരു ടീഷർട്ട് രഘുച്ചേട്ടന് മാറ്റി കൊടുക്കണം. ഇതുപോലത്തെ എന്തിനാക്കണേ? ഇതേ ഞാൻ കൊടുത്തോ? ചേരോ? പിന്നെ പെർഫെക്റ്റ് ഫിറ്റ്. നീ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാ? വാങ്ങിച്ചല്ലേ, ഊരി എടുത്തത്. ആരെയെന്ന്? ആ ചാക്കി കൊണ്ടുപോയി വിളിച്ചതില്ലേ അവന്റെ? ടീഷർട്ടാണ് നിങ്ങളടുത്ത് വലിച്ചെറിഞ്ഞത്. നിന്നോണ്ടല്ല, മര്യാദ കത്തിച്ചു കളഞ്ഞു. കണ്ട എങ്ങനെ കത്തിച്ചു കളയാൻ തോന്നും. ഒരു പീസെങ്കിലും ഞാൻ തുണിയാക്കും. നമ്മളെ എല്ലാരും കൂടെ ചേർന്ന് വലിപ്പിച്ചതാണ്ട്രാ. അത് നിനക്ക് ഇപ്പോഴാ മനസ്സിലായത്. നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിട്ടാലാ? വിട്ടിട്ട് നീ കുറ്റം ഏറ്റെടുക്കണം, ഞാൻ വക്കീലുമായിട്ട് വരാം. പരനാറി. ഏതായാലും നമ്മൾ തിരഞ്ഞെടുത്ത വഴിയിൽ പോലീസ് ചെക്കിംഗ് ഇല്ല കേട്ടാ, അത് നമുക്കൊരു ഭാഗ്യായി. നിന്റെ നാക്ക് കരിനാക്ക് വല്ലതും ആണ്. വടിച്ചാലേ അറിയാൻ പറ്റൂ. വടിക്കണ്ട, കരിനാക്ക് തന്നെ. അതെങ്ങനെ പറയാൻ പറ്റും? ദോ നിക്കണ പോലീസ്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. വഴിയിലെങ്ങാനും വെച്ച് പോലീസിനെ നിങ്ങൾ കണ്ട അപ്പോഴേ നമ്മൾ ഇറങ്ങി ഓടും. അല്ല, എന്റെ വാട്സപ്പിൽ നിങ്ങളൊരു ഹായ് ഇടണം. എന്താ സാർ? I am SI സോമൻപിള്ള. റിട്ടയർ ആവാറായില്ലേ? സിറ്റി ക്ലീൻ ചെയ്തിട്ട് ഈ സോമൻപിള്ള റിട്ടയർ ആവൂ. എന്നും രാവിലെ തുറപ്പയും കൊണ്ട് ഇറങ്ങുമായിരിക്കും അല്ലേ? എന്നാലേ തൂത്ത് തീരൂ. ഐ മീൻ ക്രിമിനൽ ഫ്രീ സൊസൈറ്റി. ആട്ടെ, എങ്ങോട്ട് പോകുന്നു? നമ്മള് എന്താടാ രണ്ടെണ്ണത്തിനൊരു കള്ള ലക്ഷണം? പോലീസ് നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ കമന്നും മലന്നും കിടന്ന് ഉത്തരം കൊടുത്താ പോരെ? പോരാ, മുഖത്ത് ഭാവവ്യത്യാസമൊന്നും വരുത്താതെ കോൺഫിഡന്റോട് കൂടി ആര് കേട്ടാലും വിശ്വസിക്കുന്ന ഒരു കള്ളമങ്ങ് പറഞ്ഞാ മതി. എന്താണ് ചോദ്യത്തിന് ഉത്തരവില്ലേ? എവിടെ പോണെന്ന്? നമ്മൾ USA പോണം. ഈ വണ്ടിയില്ല. ഏത് വണ്ടിയാണെങ്കിലും അങ്ങ് എത്തിയാ പോരെ സാറേ? വണ്ടിയിൽ വല്ല കഞ്ചാവ പണം ഉണ്ടാടാ? ഉണ്ട്. ഇല്ല. ഡിക്കി തുറടാ. ഡിക്കി തുറന്നില്ലെങ്കിലാ? തുറക്കാം. ഇത് പാട് തുറക്കല്ലേ. ചേച്ചി, നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ടും അവസാനം നമ്മളെ പോലീസ് പിടിച്ചാല? പിടിക്കൂല സന്ദ്രി. രഘുച്ചേട്ടൻ നമുക്ക് തന്ന വാക്കല്ലേ. വാക്കല്ല, പാക്ക്. എന്താടാ ചാക്കില്? ചാക്കില് വേറെ ഒന്നുമില്ല. നമുക്ക് USA പോകാനുള്ള വിസ കുറച്ച് വലുതാണ്. പോട്ടാ. തുറക്കടാ ചാക്ക്. രാഹുലം കഴിയാതെ തുറക്കാൻ പറ്റൂല സാർ. തുറടാ. തുറക്കാം സാർ. റെഡി, വണ്ടി ഇപ്പൊ തുറക്കാം. ജോഗി ഇപ്പൊ തുറക്കാം. എന്താടാ ദശരഥത്തിലെ മോഹൻലാല? അയ്യോ, ചാക്കീലിന്റെ താക്കോൽ എടുത്തില്ല തുറക്കാനായിട്ടില്ലേ? അതെ. എന്റെ വാട്സപ്പിൽ നിങ്ങളൊരു ഹായ് ഇടണം. നിന്ന് കുച്ചിപ്പൊടി കളിക്കാൻ അങ്ങോട്ട് തുറയടാ. സോമുള്ള തെണ്ടി ധൈര്യം എന്നെ ഒന്ന് പിടിയടാ, ചുണ്ടൻ വെള്ളമേ. ആരാ നീ? നിന്റെ മാമൻ. അച്ഛൻ ഈ സമയം കൊണ്ട് ഗോവിന്ദ, പെട്ടെന്ന് വാ. സാറേ, എനിക്ക് വരാൻ പറ്റില്ല. MLA സ്കറിയുടെ മോൻ വീണ്ടും കഞ്ചാവ് കേസിൽ അകത്തായിട്ടുണ്ട്. എനിക്കിനി ആഘോഷരാവ്. എന്നാലും നീ എങ്ങനെയാടി അവനെ കൊന്നിട്ട് ചാക്കിൽ കയറ്റി ആ ചാക്കും ചുമന്നോടെ നടന്ന ആരും അറിയാതെ? നമ്മൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അത് പിടിക്കാതിരിക്കണമെങ്കിൽ
മുഖത്ത് കള്ളലക്ഷണം വരുത്തരുത്. എനിക്ക് ആ ലക്ഷണം ഇല്ല. നീ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാണ്. ഓ, ഒട്ടും ആ ലക്ഷണം ഇല്ല. എന്നിരുന്നാൽ കൂടിയും എന്നൊരു ആക്രിക്കാരൻ ഫോളോ ചെയ്തോ എന്നൊരു സംശയം ഉണ്ട്. ഏയ്, തോന്നിയതായിരിക്കും. നല്ല ചാക്കല്ലേ? അവൻ ഇവിടെ ഇറക്കി വെച്ചിട്ടേ നമുക്ക് ഈ ചാക്ക് അമ്മയ്ക്ക് ഇട്ട് കൊടുത്താലേ അമ്മയ്ക്ക് സന്തോഷവും. തേങ്ങയിട്ട് വെക്കല്ല. എങ്കിൽ അങ്ങനെ ചെയ്യാം. അവനെടുത്തേ പുറത്തെടുത്ത് കളയാം. ചന്ദ്രിമാമി കൈയും കാലും ഉടച്ചൊക്കെ വെച്ചേക്കാണ്. കൈ എന്നെ കിട്ടണേ. കൈ എന്തൊരു ഈ പരുവത്തില്ലേ? അയ്യേ പാട്ടാ, കൈയൊക്കെ ഇങ്ങനെയായ. ഇതിന്റെ അകത്ത് മൊത്തം ആക്രിയില്ല. അപ്പൊ ഇതിന്റെ അകത്തുണ്ടായിരുന്ന ഇവിടെ പോയി. ഇനി ചൂട് തലിഞ്ഞു പോയി കാണോ? അലിഞ്ഞു വന്നൊരു ഡയറി മിൽക്കാ. ഏതായാലും നമ്മൾ രക്ഷപ്പെട്ട്. അവനെ കൊണ്ട് കളയണ്ടല്ല. ആർക്കടാ ഈ ചാക്ക് പരിശോധിക്കാനുള്ളത്? വന്നു നോക്കടാ, വന്നു നോക്കടാ. പട്ടിഷോ കാണിക്കാതാ, ഇങ്ങനെ കാണിട്ടങ്ങ് പോവാ. എന്നാലും ചാക്കിലുണ്ടായിരുന്നവൻ എങ്ങോട്ട് പോയാടാ? ചാടിപ്പോയാ? അതൊക്കെ നമ്മൾ എന്തിനാ ആലോചിക്കണം? അത് എങ്ങോട്ടെങ്കിലും പോട്ട്. ആ തലവേന നമ്മളെ മണ്ടേന്ന് ഒഴിഞ്ഞല്ല പോരെ അത്. പിന്നെ അല്ലാതാ. അല്ല, ചന്ദ്രിമാമയ്ക്ക് എന്തൊരു വിഷമം? എന്റെ കഞ്ഞി കൊലയിലിരുന്നാടാ മക്കളെ. അവ ആവിയായി പോയെന്ന് പറഞ്ഞപ്പോ മാമിക്ക് ചെറിയൊരു വിഷമം. എനിക്ക് തോന്നണേ എവള് കൊന്നെന്ന് പറഞ്ഞില്ലേ, പുഴുന്നാണ് തോന്നണത്. തള്ളിയതായിരിക്കും. തള്ളിയതൊന്നും അല്ല, അന്തസ്സായിട്ട് പാറക്കല്ല് വെച്ച് അടിച്ച് എന്നെ തീർത്തത്. വിശ്വാസം പറഞ്ഞെങ്കിൽ പാറക്കല്ല് എടുത്തോണ്ട് വരാ. ഞമ്മള് പാറക്കല്ല് എടുക്കാൻ പോണു. അത് കഴിഞ്ഞ കാര്യമല്ലേ? ഒരു കീറ്റൊന്നുണ്ടല്ലോ, ഓരോ വള്ളികൾ പിടിച്ചോണ്ട് വരും. മാമി, ഇനി നമ്മളെ കൂട്ടാതെ ഒറ്റയ്ക്ക് കുളിക്കാനോ നനയ്ക്കാനൊന്നും പോവല്ലേ? എന്റെ പൊന്നു മക്കളെ, മാമി കുളി തന്നെ നിർത്തി. കുളി നിർത്തിയ സ്ഥിതിക്ക് ഇങ്ങോട്ടുള്ള വരവും കൂടെ അങ്ങ് നിർത്തി. നാറും. എന്നാലും അവ ഇവിടെ പോയി. രഘുചേട്ടാ, ഇത് പച്ചക്കായാണ്, പഴുത്തില്ല. பச்சக்காவா? ஏன் சாவித்திரி அக்கா சைதாப்பேட்டையில பஜ்ஜி கடை வச்சிருக்கேன். அந்த கொலை பார்த்துட்டு 10 ரூபா கிடைக்கும்னு நினைக்கிறேன். நான் உங்களுக்கு 10 ரூபா தரேன். அந்த கொலை தாங்கோ. 10-30 കിലോമീറ്റർ. ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. அந்த கொலை எனக்கு தான். அக்கா, ஒரு பச்சை கொலை கிடைச்சிருக்கு. நீ சீன சட்டியில எண்ணெய் சூடாக்கி வைங்கோ, நான் வரேன். The vibe's too strong. If you don't know how to move, then we moving on. Ain't no way rhythmic feet up in this place. If you can't catch the feeling, then get out the way. I've been reeling and fish from the lake. They keep saying I'm down to earth, but I'm really out of space. All these women aliens, super foreign, so exotic, hopping them.